നമ്മുടെ വീട്ടിൽ ഒരാളെങ്കിലും മുത്താലിമാവണം. ഇത് പ്രസംഗിച്ചിട്ട് വലിയൊരു മുതലാളി മോനെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ഏൽപ്പിച്ചൊരു കഥ ഞാൻ മറ്റൊരു പ്രസംഗത്തിൽ ഏതോ ഒരു സദസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൈ പിടിച്ചു വന്നിട്ട് കൊണ്ടുവന്നു, ഇതാ നിങ്ങൾ ഇതിനെവിടെയെങ്കിലും കൊണ്ടുപോയി മുത്താലിമാക്കിക്കോളൂ, ഇവൻ SSLC കഴിഞ്ഞ് ഫുൾ A+ ഉണ്ട് എന്നും പറഞ്ഞിട്ട്. ഫുൾ A+ ഉള്ള കുട്ടിയും അവരുടെ ആ ഗാംഭീര്യതയൊക്കെ കണ്ടപ്പോൾ വലിയ സമ്പന്നതയും ബിസിനസ്സുകാരനൊക്കെ ആയപ്പോൾ ഞാൻ കുട്ടിയെ മഴത്തിന് കൊണ്ടുപോയി ചേർക്കാൻ പറഞ്ഞു. ആ കുട്ടി +2 സയൻസിൽ ഫുൾ A+ വാങ്ങി. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു സയൻസിന്റെ ഏതോ ഒരു ഫിസിക്സിന്റെ വിഷയത്തിൽ. അതൊക്കെ കഴിഞ്ഞ് റഷ്യൻ ഗവൺമെന്റിന്റെ പ്രത്യേകം പരീക്ഷ ജയിച്ച് ഇന്ത്യയിൽ നിന്ന് 3 പേര് അവരെ പഠിക്കാൻ PhDക്ക് പോകാൻ അംഗീകാരം കിട്ടിയവരിൽ ഒരാൾ ഈ കുട്ടിയായിരുന്നു. ഉക്രൈൻ യുദ്ധമൊക്കെ ആയതുകൊണ്ട് പോകാതിരിക്കുകയാണ്. നോക്കുങ്ങള്, അവൻ സാധാരണഗതിയിൽ ഒരു MBA ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടെ അപ്പുറമൊക്കെ പഠിച്ചിട്ട് സാധാരണക്കാരനാകുന്ന ഒരു ബിസിനസ്സുകാരനാവേണ്ടതാണ്. ഇപ്പൊ അവന് വേണമെങ്കിൽ ബിസിനസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദീന് നന്നായിട്ട് പഠിച്ചു, നല്ല മുത്തഅല്ലിമായി, നല്ല ഇഖ്ലാസ് ഉണ്ടായി. ആ കുട്ടിയോടൊപ്പം ഉംറക്ക് പോയ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞത്, എന്തൊരു നല്ല കുട്ടിയാണ്, എന്തൊരു അദബാണ്, എന്തൊരു അച്ചടക്കാണ്, റൗദയിലെത്തിയാൽ കഅബയിലെത്തിയാൽ അവൻ കരച്ചിൽ തുടങ്ങുന്നതാണ്. ഇത് സാധാരണഗതിയിൽ സാധ്യമല്ലായിരുന്നു. അവൻ മുത്തഅല്ലിമായപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. ഇതിനാണ് നമ്മൾ സംഗമം നടത്തുന്നത്. എന്തിന് മുത്തഅല്ലിമീങ്ങളാവണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് ഉറക്കെ പറയാൻ. വാർഷിക